ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സന്തോഷമാണോ എല്ലാവർക്കും? ഞാൻ ഓർത്തൊരു ക്യുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരാമെന്ന്. സോ ഐ ആം ഹിയർ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇത് ഹീലിംഗ് സ്പോട്ടാണ്. സ്നേഹിയാണ് കൂടെയുള്ളത്. കാർഡ്സ് ഞാനിവിടെ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി കുറേ ട്രൈ ചെയ്തു, അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾ കൊടുത്തു. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. അതിനേക്കാൾ വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കുഞ്ഞു സങ്കടം നിങ്ങളിൽ ഉണ്ടായത് എന്ന് യൂണിവേഴ്സ് കുറച്ച് പേർക്കായി മെസ്സേജ് തരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ടിനേക്കാൾ കൂടുതൽ, ഒരുപാട് കൂടുതൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ കുറച്ച് ടൈം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോട് റിലാക്സ് ആവാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഹീലാവേണ്ട സമയമാണ്. നിങ്ങളുടെ ആ ഒരു വേദനകളെയൊക്കെ സൗഖ്യപ്പെടുത്തേണ്ട സമയമാണ്. സോ റിലാക്സ് ആവുക, സമാധാനത്തിലായിരിക്കുക. ഒരു കാലചക്രം അവസാനിക്കുകയാണ്. പുതിയതൊന്ന് തുടങ്ങുവാനായിട്ട് ഒരു ചക്രം അവസാനിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേദനകൾ നിറഞ്ഞ ആ ഒരു പീരീഡ് ഓഫ് ടൈം അവസാനിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കത്തിൻ്റെ സമയമാണ് ഇതെന്നാണ് യൂണിവേഴ്സ് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിസിക്കലി ഒക്കെ ഒരുപാട് അബ്യൂസ് നേരിടേണ്ടി വന്ന കുറച്ച് പേരുടെ എനർജി യൂണിവേഴ്സ് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് വിഷമത്തിൽ അവരായിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ മെസ്സേജ് തരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാലാഖമാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഇനി കരിയർ റിലേറ്റഡ് എന്തൊക്കെ മെസ്സേജസ് ആണ് ലഭിക്കുന്നതെന്ന് നോക്കാം. പുതിയ ജോലി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രൊമോഷൻ, ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊമോഷന് നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് വളർച്ചയുണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകും. ഈ ഒരു സമയത്ത് എന്തെങ്കിലും നഷ്ടമോ അങ്ങനെയൊക്കെ ബിസിനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ്. മെല്ലെ സക്സസ് ആകും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രോബ്ലംസ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ മാറിയിട്ട് മണി സംബന്ധമായിട്ടുള്ള, പൈസ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ലക്ഷറി നിങ്ങളുടെ ലൈഫിലേക്ക്, അത്രമേൽ പൈസ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള മാർഗങ്ങൾ ഫ്രണ്ടിൽ വരും. അതിലൂടെ പൈസ വരികയും ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട് മേടിക്കാനുള്ള യോഗം, പുതിയ വാഹനം മേടിക്കാനുള്ള യോഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എനിക്കിവിടെ ലഭിക്കുന്നൊരു സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റക്കായി പോയി എന്നൊക്കെ ഓർത്ത് മനസ്സിലാ സങ്കടം കൊണ്ട് നടക്കുന്നവരുടെ എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. യൂണിവേഴ്സോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആദ്യം സ്വയമേ സ്നേഹിക്കുക. ആ ഒരു സെൽഫ് ലവ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. സ്വയമേ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ, സ്വയമേ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, സ്വയമേ ബഹുമാനിച്ചൊക്കെ തുടങ്ങുമ്പോൾ നല്ല സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് നന്മയുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. നമ്മളെ തന്നെ ഹീൽ ചെയ്യുക. നന്മയുള്ള ഹൃദയമായി, കൂടുതൽ നന്മയുള്ള ഹൃദയമായി മാറ്റുവാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് നല്ല സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ
നിങ്ങളുടെ ചുറ്റും വരുന്നതായിട്ട്, അവരുടെ എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളൊരു മെസ്സേജ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. മെയിൻലി പ്രണയത്തിൻ്റെ കേസിൽ വരുമ്പോൾ റീയൂണിയൻ്റെ പോസിബിലിറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ബ്രേക്കപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ റീയൂണിയൻ്റെ പോസിബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ എനിക്കിവിടെ ലഭിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ്, വിൽ പവർ, അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഒരു സക്സസ് പോയിന്റിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കും. എത്ര വെല്ലുവിളികൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നാലും നമ്മുടെ ഫോക്കസ് പോയിൻ്റ് എന്താണോ, നമ്മളുടെ ഫൈനൽ ഗോള്, ആ ഒരു ഡ്രീം എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ചലഞ്ചസിനെ ഓവർകം ചെയ്ത് നമ്മൾ അവിടെ എത്തും എന്നുള്ളൊരു മെസ്സേജ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ആരെയും തെറ്റായിട്ടുള്ളൊരു റൂട്ടിലേക്ക് നയിക്കുന്ന അഡ്വൈസസ് ഒന്നും വർക്ക് റിലേറ്റഡ് കൊടുക്കാതിരിക്കുക. നമുക്കെന്തെങ്കിലും അസൂയൊക്കെ തോന്നി അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അബ്രോഡിലോട്ടൊക്കെ പോകാനൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് പേപ്പേഴ്സും കാര്യങ്ങളും, നിങ്ങളുടെ വിസ റിലേറ്റഡ് തിങ്സൊക്കെ റെഡി ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഓഫർ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ട്രാവലിംഗ് ഒരു ട്രിപ്പായിട്ട് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് തന്നെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ വന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലൈഫിനെ കംപ്ലീറ്റ് മാറ്റുന്ന എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഈ കാർഡ് നമുക്ക് തരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടുള്ള മെസ്സേജാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. എവ്രിതിങ് ഈസ് ഗോയിങ് ടു ഡു വിൽ ബി സക്സസ്ഫുൾ. എല്ലാം ചെയ്യാൻ പോകുന്ന എല്ലാം സക്സസ്ഫുൾ ആകും എന്നുള്ളതിൻ്റെ മെസ്സേജാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മെസ്സേജ് ഈ കാർഡ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെസ്സേജസ്. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ് എന്ന് ഇന്നസെൻ്റ് അദ്ദേഹം വിയറ്റ്നാം കോളനി മൂവിയിൽ പറഞ്ഞതുപോലെ നമ്മളും സ്വയമേ അങ്ങ് വിചാരിച്ചോളണം, ഇതല്ല ഇതിനപ്പുറം നമ്മൾ ചാടിക്കടക്കും എന്നുള്ളത്. സോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുമെന്ന് ബിലീവ് ചെയ്യുക, മുന്നോട്ട് പോവുക. സ്നേഹയാണ് കൂടെയുള്ളത്. നാളെ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീ സ്നേഹ സൈനിങ് ഓഫ്. ബൈ.